തിരികെ സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റിയാദ് ക്രിമിനൽ കോടതിയുടേതാണ് നടപടി. അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകും എന്നാണ് സൂചന. ജലീൽ കണ്ണമംഗലം ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ജലീൽ, ഇത് മലയാളികൾ കാത്തിരിക്കുന്ന വാർത്തയാണ്. അങ്ങനെയെങ്കിൽ ജയിൽ മോചനം എപ്പോൾ പ്രതീക്ഷിക്കാം ജലീൽ? ഉന്മേഷ് പറഞ്ഞ പോലെ മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു വാർത്തയാണ്, ഒരു സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരിക്കുന്നു. റിയാദിലെ ക്രിമിനൽ കോടതി ഇന്നാണ് ഈ വധശിക്ഷ റദ്ദാക്കിയത്. ഇന്ന് വാദിഭാഗവുമായും പ്രതിഭാഗവുമായും സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇരു വിഭാഗങ്ങളുടെയും അഭിഭാഷകര് ഈ സിറ്റിംഗിൽ പങ്കെടുത്തു. നേരത്തെ റിയാദ് ഗവർണറേറ്റ് കോടതിക്ക് ഈ 15 മില്യൺ റിയാലിന്റെ ചെക്ക് കൈമാറിയിരുന്നു. നമുക്കറിയാം, നാട്ടിൽ മലയാളികൾ സ്വരൂപിച്ച 34 കോടിയിലധികം രൂപ എംബസി വഴിയാണ് സൗദിയിലെത്തിച്ചത്. അതോടൊപ്പം തന്നെ ഇരു വിഭാഗവും തമ്മിലുള്ള അനുരഞ്ജന കരാറും ഈ ഗവർണറേറ്റിൽ വെച്ച് ഒപ്പിട്ടിരുന്നു. ഇതും ഗവർണറേറ്റ് കോടതിക്ക് കൈമാറി. ഇത് ഉറപ്പുവരുത്താനാണ് ഇന്ന് കോടതിയിൽ ഹിയറിംഗ് നടന്നത്. ഇത് ഉറപ്പുവരുത്തിയതോടെ വധശിക്ഷ റദ്ദാക്കി അബ്ദുറഹീമിന് മാപ്പ് നൽകാമെന്ന് ഈ കോടതിയിൽ വെച്ച് മരിച്ച സൗദി ബാലന്റെ കുടുംബം അറിയിക്കുകയും ചെയ്തു. ഏതായാലും 18 വർഷത്തിന് ശേഷം ഉടൻ തന്നെ അബ്ദുറഹീം ജയിൽ മോചിതനാകും എന്നാണ് പ്രതീക്ഷ. മോചനത്തിനുള്ള ഉത്തരവും താമസിയാതെ കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതിനുശേഷം ഗവർണറേറ്റിൽ നിന്നുള്ള ഉത്തരവ് കൂടി ഉണ്ടാകുന്നതോടെ അബ്ദുറഹീമിനെ നാട്ടിലേക്ക് കയറ്റിവിടും മോചനത്തിന് ശേഷം. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ അബ്ദുറഹീമിനെ മോചനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ ഇപ്പോൾ കടന്നിരിക്കുന്നു. അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. മലയാളികളുടെ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ കോഴിക്കോട് ഫറോക്കിലുള്ള ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായിരിക്കുന്നു. ഉന്മേഷ്, അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം ഉടൻ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ റിയാദ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.